ഹലോ ഗൈസ്, വെൽക്കം ടു ഡഗൌട്ട് ഡയലോഗ്സ്. RCB വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൂന്ന് പേരിൽ രണ്ടുപേരും പറഞ്ഞത് RCB വിജയിക്കുന്നതാണ്. പക്ഷെ ഞാൻ മാത്രമാണ് പറഞ്ഞത് RCB തോൽക്കുന്നു. ഞാൻ അത് പറയാനുണ്ടായ മെയിൻ റീസൺ RCB ചിന്നസ്വാമിയിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ്. RCB മാത്രമല്ല, RCBയുടെ ഇത്രയും വർഷത്തെ ഫോമും ചിന്നസ്വാമിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഗുജറാത്ത് വിജയിക്കുന്ന ഞാൻ പറയാനുള്ള മെയിൻ കാരണം അതാണ്. അഹമ്മദാബാദിൽ കളിച്ച് ശീലിച്ച ഗുജറാത്തിന് ചിന്നസ്വാമിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, എസ്പെഷ്യലി ചേസിംഗ് ഭയങ്കര എളുപ്പമായിരിക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ പറയാനുള്ള മെയിൻ റീസൺ അവർക്ക് ഒരു സോളിഡ് ടോപ്പ് ത്രീ ഉണ്ട്. ഗില്ലിന്റെ പീക്ക് ഫോം അല്ല, ഒരു 2023 സീസൺ ഫോം ഒന്നും അല്ലെങ്കിൽ പോലും ഗില്ല് അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ബോൾസ് കൺസ്യൂം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നില്ല. അതേസമയം സുദർശനാണെങ്കിലും ബട്ട്ലർ ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പോവാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ്. നമ്മുടെ VVS ലക്ഷ്മണനെ പോലെ ഒരു, അല്ലെങ്കിൽ രാഹുൽ ദ്രാവിഡിനെ പോലെ ഒരു ടെസ്റ്റ് മത്സരം കളിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പോകണ്ട, അവർ അവിടെ തന്നെ അവസാനം വരെ കാണും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. എന്താണ് സഞ്ജയ് ഇനീഷ്യൽ തോട്ട്സ് ഇന്നലത്തെ മാച്ചിനെ കുറിച്ച്? അതെ, ആധികാരികമായിരുന്നു. ഇടയ്ക്കൊക്കെ കുറച്ച് ലിവിങ്സ്റ്റന്റെ ഒക്കെ ഒരു ഇന്നിങ്സ് വന്നു എന്നല്ലാതെ RCB അത്രത്തോളം ഒരു ഇമ്പാക്റ്റും അവരുടെ സ്വന്തം ഗ്രൗണ്ടിൽ, അത് അവരുടെ സ്വന്തം ഗ്രൗണ്ടിലെ തന്നെ ഒരു ഫോം തന്നെയാണ്. ആ ഫോം മാറ്റാൻ അവർക്ക് ഉദ്ദേശമില്ല. പുറത്തൊക്കെ പോയിട്ട് മറ്റേ 3 കപ്പുള്ള KKR-നെയും അവരുടെ തട്ടകത്തിൽ, അതുപോലെ ചെന്നൈ 5 കപ്പുള്ള ചെന്നൈയൊക്കെ എന്നിട്ട് ഒരുപാട് ട്രോളൊക്കെ ഉണ്ടായിരുന്നു. അടുത്തതെന്തോ സ്വന്തം നാട്ടിലിട്ട് ഇപ്പൊ മലമറിച്ച് കളയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, 2024 IPL വിന്നറിനെ ആദ്യത്തെ മത്സരത്തിൽ തോൽപ്പിച്ചു, 2023 IPL വിന്നറിനെ രണ്ടാമത്തെ മത്സരത്തിൽ തോൽപ്പിച്ചു. ഇനി 2022 IPL വിന്നറിനെ നമ്മൾ മൂന്നാമത്തെ മത്സരത്തിൽ തോൽപ്പിക്കാൻ പോകും എന്ന് പറയുമ്പോഴാണ് സ്വന്തം നാട്ടിൽ വെച്ച് അടികിട്ടിയിരിക്കുന്നത്. അത് വല്ലാത്തൊരു അടിയായിരുന്നു. കാരണം അവർക്കൊന്ന് എഴുന്നേറ്റ് വന്ന് നിൽക്കാൻ പോലും സമയം കൊടുക്കാത്തൊരു അടിയായി തിരിച്ചു കിട്ടിയത്. ഫാൻസൊക്കെ നല്ലൊരു പീക്ക് മൊമെന്റിൽ നിൽക്കുകയായിരുന്നു. ഈ വട്ടം എന്തായാലും കപ്പടിക്കാനുള്ള പ്രതീക്ഷ തന്നെയാണ്. അപ്പൊ ഇനിയുള്ള ബാക്കി 6 മത്സരം അവരുടെ സ്വന്തം ഗ്രൗണ്ടിലുള്ള ഉണ്ടെന്നും കൂടെ ഒരു ആലോചന അവരുടെ മനസ്സിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിലെല്ലാം ഒരു 3-4 ജയിക്കാൻ പറ്റട്ടെ അവർക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, നമ്മൾ എല്ലാവർക്കും ഒരു ഇഷ്ട താരം ഉണ്ടായിരിക്കും, ഒരു ഇഷ്ട ടീം ഉണ്ടായിരിക്കും. പക്ഷെ ഈ വീഡിയോ ആക്ച്വലി നമ്മൾ അൺബയസ്ഡ് ആയിട്ടാണ് മാക്സിമം ചെയ്യുന്നത്. വിരാട് കോഹ്ലി എന്നുള്ള പ്ലെയറിനെ ഇഷ്ടമാണ്, പക്ഷെ ആ ടീമിലുള്ള പോരായ്മകൾ, അവരുടെ മാച്ചിലുള്ള പ്രശ്നങ്ങളൊക്കെ ആസ് എ ഫാൻ എന്നുള്ള രീതിയിൽ ഏതൊരു ആരാധകർക്കും തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. അതിൽ സ്റ്റാറ്റ്സ് വൈസ് നോക്കുകയാണെങ്കിൽ RCB 21 മാച്ചസ് ആണ് 170 റൺസിൽ കൂടുതൽ ഡിഫെൻഡ് ചെയ്യാൻ ചിന്നസ്വാമിയിൽ ശ്രമിച്ചിട്ടുള്ളത്. 21 തവണയിൽ 7 തവണ മാത്രമാണ് അവർക്ക് വിജയിക്കാനായിട്ടുള്ളത്. ബാക്കി 14 മാച്ചസും അവർ തോറ്റു. സ്വന്തം ഗ്രൗണ്ടിലാണെന്ന് ആലോചിക്കണം. എല്ലാ ടീമും അവരുടെ ഗ്രൗണ്ടിൽ വെച്ച്, ഇപ്പൊ ഒരു സൺറൈസേഴ്സ് ഹൈദരാബാദ് നോക്കുകയാണെങ്കിൽ അവർ റോഡ് വെച്ചാൽ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ബാറ്റിങ്ങിന് വേണ്ടിയിട്ട്, അവർക്ക് മാച്ച് ജയിക്കാൻ അവർക്കറിയാം അവരുടെ ബോളേഴ്സിനെ കൊണ്ട് 240 താഴെയുള്ള ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് അവർക്ക് അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ സീസൺ പിന്നെയും ബെറ്റർ ആയിരുന്നു. ഈ സീസൺ നോക്കുകയാണെങ്കിൽ അവരുടെ ബോളേഴ്സിന് കാര്യമായിട്ടൊന്നും അവിടെ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് പറയുന്നത് നമ്മൾ എന്തായാലും 240 മേലെ സ്കോർ ചെയ്യുള്ളൂ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെ ആയിരിക്കും. അതിന്റെ മെയിൻ റീസൺ അതാണ്. അപ്പൊ അവർക്ക് പറ്റിയൊരു ഹോം ഗ്രൗണ്ട് അവിടെ സെറ്റ് ചെയ്യുന്നു. ചെന്നൈ നോക്കുകയാണെങ്കിൽ അവർക്ക് പറ്റിയൊരു ഹോം ഗ്രൗണ്ട് അവിടെ സെറ്റ് ചെയ്യുന്നു. മുംബൈ അവരുടെ ഹോമിൽ ഭയങ്കര സ്ട്രോങ് ആണ്. അഹമ്മദാബാദിൽ ഗുജറാത്ത് സ്ട്രോങ് ആണ്. ഏത് ടീമും നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ, എല്ലാ ടീമും അവരുടെ ഹോം മാച്ചസിൽ സ്ട്രോങ് ആണ്. പക്ഷെ RCB എന്ന് പറയുമ്പോൾ, ചിന്നസ്വാമിയിൽ വരുമ്പോൾ ഇത്രയും വർഷത്തെ ലെഗസി അവർ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ 18ാമത്തെ വർഷവും അവർ ആ ലെഗസി കണ്ടിന്യൂ ചെയ്യാണ്. ഒരു ഫാനിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. സ്വന്തം ടീമിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് അധപ്പതനമായിട്ടുള്ള രീതിയിലാണ് അവർ തോറ്റു പോകുന്നത്. അധപ്പതിച്ചു പോവാണ് ശരിക്കും പറഞ്ഞാൽ RCB. അത് ചേസിംഗ് ആണെങ്കിലും ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ മാച്ചസിലേക്ക്, വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർ മാച്ചസ് വിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ഫാൻസിന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ പറയാതിരിക്കാൻ വയ്യ സഞ്ജയ്. ഇത്രയും വർഷങ്ങളായിട്ട് 3 ഫൈനലാണ് അവർ വന്നിട്ടുള്ളത്. 3 ഫൈനലും തോറ്റുപോയി, ഒരു കപ്പ് പോലും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയണ്ട, യാതൊരു രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷനും IPL ടൈറ്റിൽസിലേക്ക് അവർ വന്നിട്ടില്ല. നോട്ട് ഇവൻ ഒരു എമർജിംഗ് പ്ലെയർ അവാർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അതേപോലെ അവർക്ക് ഒരു ഫെയർ പ്ലേ അവാർഡ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് ഫാൻസ് എന്ന് പറയുന്നു, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, 200 റൺസ് സ്കോർ ചെയ്യുന്നു, അവസാനത്തെ മൊമെന്റിൽ തോക്കുന്നു, ഞങ്ങൾ ഹാർട്ട് ബ്രോക്കൻ ആവുന്നില്ല, വീണ്ടും ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഹാർട്ട് എടുത്ത് കിഡ്നി എടുത്തു എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നു, പിന്നെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇത്രയും വർഷങ്ങളായിട്ട്. അത്രയും മോശമായ ട്രോൾസ് ആണ് RCB തോക്കുമ്പോൾ വരുന്നത്. അവരെ എല്ലാ സീസണിലും അങ്ങനെ തന്നെയാണ്. ഈ സീസണിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. കാരണം അവര് ചാമ്പ്യൻസിനെ അവരുടെ നാട്ടിൽ പോയി തോൽപ്പിച്ചു. സ്വന്തം നാട്ടിൽ കീഴടങ്ങാൻ താല്പര്യമില്ലാത്ത ഒരു ടീമിനെ അവരുടെ നാട്ടിൽ പോയി അത്രയും വർഷത്തെ 17 വർഷത്തെ കണക്ക് വീട്ടി സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ സ്ഥിരം RCB, നമ്മൾ എന്നും കാണാറുള്ള സ്ഥിരം RCB. രജത് പട്ടിദാർ പറഞ്ഞത് അവരും ബോളിംഗ് തെരഞ്ഞെടുത്തേനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം അവർക്കറിയാം, അവർക്ക് ചേസിംഗ് ആണ് കുറച്ചും കൂടി എളുപ്പം, ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ചിന്നസ്വാമിയിൽ പറ്റില്ല അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ. എനിക്ക് 175 180 അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സൺറൈസേഴ്സിന്റെ കാര്യം പറഞ്ഞ് തന്നെ ഇവർക്കും അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവരുടെ ഫസ്റ്റ് ബാറ്റിംഗ് നടക്കുന്ന ടീം, പ്ലേയേഴ്സ് അത്രയും സ്കോർ ചെയ്യണം. 200+ സ്കോർ ചെയ്ത് 200 220 അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ജയിച്ചേക്കാം. വിക്കറ്റ് എടുക്കാൻ പറ്റില്ല, കുഴപ്പമില്ല. ഭുവനേശ്വർ കുമാർ, ആസലൂട്ട് നല്ല രീതിക്ക് ബോൾ എറിഞ്ഞോണ്ടിരുന്നത്. ആസലൂട്ടിനെ ടാക്കിൾ ചെയ്ത കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം CSK മാച്ചിൽ ഞാൻ ശ്രദ്ധിച്ചതാണ്,
എനിക്ക് തോന്നുന്നു ത്രിപാഠിയോ രുദ്രാജ് എങ്ങാണ്ട് ആദ്യം ഒന്ന് ബാക്കിലോട്ട് സ്കൂപ്പ് ചെയ്യാൻ നോക്കും, സ്കൂപ്പല്ല, ബാക്കിലോട്ട് കളിക്കാൻ നോക്കുന്നു. പക്ഷെ അത് ഫെയിലിയർ എങ്ങാണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്നത് ധോണിയാണ്. ധോണി അടിക്കുകയാണ്, ധോണി ഒരു ഫോർ അടിക്കുന്നത്. ബട്ട്ലർ നല്ല രീതിക്ക് കളിച്ചു, ബട്ട്ലറും ഉദർഫോർഡും എല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നു. ആസിൽവുഡിനെ പുറകിലോട്ട് കളിക്കാൻ തന്നെയാണ് ശ്രമിച്ചതൊക്കെ, സായി സുദർശൻ ആയാലും ബട്ട്ലർ ആയാലും. അപ്പം ആസിൽവുഡിനെ ടാക്കിൾ ചെയ്യാൻ അവർക്ക് ഈ ഇന്നത്തെ മാച്ചിൽ പറ്റിയത് കൊണ്ട് ഈസിയായി അവർക്ക് വേറെ ടോപ്പിൽ വിക്കറ്റ് കളയാൻ. സായി സുദർശൻ പൊതുവേ അറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിക്കറ്റ് കളയാൻ താല്പര്യമില്ലാത്ത പ്ലെയർ ആണ്. എല്ലാവർക്കും T20 മോഡിൽ ഇരിക്കുന്നവർക്കൊന്നും കാണാൻ അത്ര രസമുള്ള കളിയൊന്നുമല്ല. പുള്ളിയുടെ ഒരു ഓഡിയോ ടെസ്റ്റ് സ്റ്റൈലിനൊക്കെ പറ്റുന്ന അത്രത്തോളം ഒരു സ്ലോ ആയിട്ടൊരു നമുക്കൊരു ഒരു ഫീൽ ഇല്ല, T20 ഫീൽ. ഇപ്പം 30 ബോള് 70 അടിച്ചാൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല. അതെ, പുള്ളി ഇങ്ങനെ പിടിച്ച അട്ടയൊക്കെ പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഇരുന്നോളും. ടൈപ്പ് പ്ലെയർ ആണ്. പക്ഷെ വേറൊരു ആംഗിളിൽ ചിന്തിക്കുകയാണെങ്കിൽ സഞ്ജയ്, ഒരിക്കലും സായി സുദർശൻ എനിക്ക് തോന്നുന്നു ഒരു തവണ മാത്രമാണ് പുള്ളി സിംഗിൾ ഡിജിറ്റിൽ ഔട്ട് ആയിരിക്കുന്നത്. ബാക്കി ഇത്രയും മാച്ചസ് കളിച്ചിട്ട് ഇത്രയും സീസൺ കളിച്ചിട്ട് പോലും പുള്ളി അങ്ങനെ ഔട്ട് ആയിട്ടില്ല. അത് എന്താ പറയുക, സിംഗിൾ ഡിജിറ്റിന് ഔട്ട് ആയിട്ടില്ല. ഒരു സായി സുദർശന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓപ്പണിംഗിൽ ഒരിക്കലും പുള്ളി ഒരു സിറ്റുവേഷനിലേക്ക് ടീമിനെ കൊണ്ടുവന്ന് തള്ളില്ല. അതായത് പവർ പ്ലേയിൽ സ്കോർ ചെയ്യുന്നില്ലെങ്കിൽ പോലും, അതായത് വേണ്ടത്ര നമ്മുടെ ആധുനിക T20ക്ക് വേണ്ടത്ര സ്കോറിംഗ് പുള്ളി ചെയ്യുന്നില്ലെങ്കിൽ പോലും പുള്ളി ഒരു സ്ഥലത്ത് പിടിച്ചു നിൽക്കുകയാണ്. മറു സ്ഥലത്തുള്ളത് അടിച്ച് കളിക്കാൻ പറ്റുന്ന ഗില്ലും ബട്ട്ലറുമാണ്. അവരുടെ ഡ്യൂട്ടി പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ സായി സുദർശൻ ഒരറ്റത്തെ വിക്കറ്റ് കീപ്പ് ചെയ്ത് ആങ്കർ റോൾ കളിക്കും. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ത്രൂ ഔട്ട് പോകുന്ന സമയത്ത് 15 ഓവറൊക്കെ ആകുമ്പോഴേക്കും മുൻനിര ബാറ്റ്സ്മാൻമാർ എല്ലാവരും ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരരുത് ടീമിനെ. കാരണം അവരുടെ മാച്ചസ് നോക്കുകയാണെങ്കിൽ അവർ ജയിക്കുന്നതൊക്കെ 8 വിക്കറ്റിനും 7 വിക്കറ്റിനും 6 വിക്കറ്റിനൊക്കെയാണ് അവർ വിജയിക്കുന്നത്. അതിന്റെ മെയിൻ റീസൺ ഈ സായി സുദർശൻ ഔട്ട് ആവാതെ പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ പൊതുവെ ബൗളേഴ്സിനും ഒരു ചടപ്പ് വരും, ഇങ്ങനെ ഔട്ടാക്കാൻ പറ്റുന്നില്ല. പവർ പ്ലേ ബൗളേഴ്സിൽ സ്ട്രൈക്കിംഗ് ബൗളേഴ്സ് ആയിട്ട് വരുന്നവർക്കൊന്നും അവരെ ഔട്ടാക്കാൻ പറ്റുന്നില്ല. ഈവൻ ദോ സായി സുദർശൻ സ്കോർ ചെയ്യുന്നില്ലെങ്കിൽ പോലും സായി സുദർശന്റെ വിക്കറ്റ് എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഗുജറാത്തിനെ ഒരു പ്രഷർ സിറ്റുവേഷനിലേക്ക് തള്ളിയിടാൻ എങ്ങനെയായിരുന്നു RCBക്ക് 104 റൺസിന് 6 വിക്കറ്റ് പോയത്, അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് 3 വിക്കറ്റ് ഒക്കെ 30 റൺസിലാണ് വീണത്. പിന്നെ അവരുടെ കാര്യം പറയുകയാണെങ്കിൽ, ബാറ്റിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലിയാം ലിവിങ്സ്റ്റൺ നന്നായി കളിച്ചു എന്ന് എനിക്കൊരു അഭിപ്രായമില്ല. അതിന്റെ മെയിൻ റീസൺ 13 റൺസ് എങ്ങാണ്ട് ഇരിക്കുമ്പോഴാണ് തെവാട്ടി ഒരു ക്യാച്ച് വിടുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു സിറ്റർ ക്യാച്ച് ആണ്. ഈവൻ ദോ ബൗണ്ടറി ലൈനിന്റെ അരികിലാണെങ്കിൽ പോലും പുള്ളിയുടെ കയ്യിലേക്ക് വന്ന ക്യാച്ചാണ് പുള്ളി വിടുന്നത്. അതേപോലെ ബട്ട്ലറിന് ഒരു 4-5 തവണ സ്റ്റംപ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് ബട്ട്ലർ അത്രയും കയറി പുള്ളി മുമ്പോട്ട് കയറി പോയിട്ട് പോലും മിസ് ചെയ്യുന്നത്. നമ്മൾ ട്രോൾസ് ഒക്കെ കണ്ടു, ധോണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടൈം കൊണ്ട് ടീമിലുള്ള എല്ലാവരെയും പുറത്താക്കിയിരുന്നൊക്കെ അത്രയും ടൈം പുള്ളിക്ക് കിട്ടി. പക്ഷെ ആ ബോൾ അതാണ് കളിക്കാൻ പറ്റില്ല, പുള്ളിനെ ഔട്ടാക്കാൻ പറ്റില്ല. ഈ രണ്ട് ചാൻസ് ധോണി ആണ്. അല്ലല്ലോ, അതെ, ധോണി അല്ലല്ലോ പുറകെ നിൽക്കുന്നത്. അപ്പൊ പിന്നെ അല്ല, ഏതൊരു പ്രതീക്ഷിക്കാം. സാധാരണ വിക്കറ്റ് കീപ്പർ ആണെങ്കിൽ പോലും ഒരു പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിനെ ഈസി ആയിട്ട് സ്റ്റംപ് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം അത്രയും പുറത്തായിരുന്നു, ക്രീസിന് പുറത്തായിരുന്നു ലിയാം ലിവിങ്സ്റ്റൺ. പിന്നെ ഇത് ലിയാം ലിവിങ്സ്റ്റണ് മാത്രമായിട്ടുള്ള 2 ചാൻസസ് ആണ്. അത് കൂടാണ്ട് വേറെ 2 ചാൻസസ് കൂടി അവരെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട്ലർ ഒരു ക്യാച്ച് വിട്ടു കീപ്പിംഗിൽ, പിന്നെയും അവർക്കൊരു മിസ്ഫീൽഡ് ഉണ്ടായിരുന്നു. ഗുജറാത്തിന്റെ ഫീൽഡിംഗ് ഭയങ്കര മോശമാണ്. ഇവിടെയാണ് ആധുനിക വേൾഡ് ക്രിക്കറ്റിലെ ഏറ്റവും, അത് ഏത് ഫോർമാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫീൽഡർ ആയിട്ടുള്ള ഒരാളെ അവർ കൊണ്ടുവരേണ്ടത്, ഗ്ലെൻ ഫിലിപ്സ്. അവര് ഷെർഫൻ റുത്തർഫോർഡിനെ കൊണ്ടുവരുന്നു, റുത്തർഫോർഡ് നല്ല രീതിയിൽ കളിക്കുന്നു. പക്ഷേ ഗ്ലെൻ ഫിലിപ്സ് ബാറ്റിംഗിൽ എനിക്ക് അറിയില്ല എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. പക്ഷേ ഫീൽഡിംഗ് ആൻഡ് ബൗളിംഗ്, അവർക്ക് ഒരു പാർട്ടിയും ബൗളിംഗ് ആയിട്ടും നല്ല രീതിയിൽ ഫിലിപ്സിനെ യൂസ് ചെയ്യാവുന്നതാണ്. പേഴ്സണലി എന്റെ സജഷൻ, ഗുജറാത്ത് ഒരിക്കലും ഫിലിപ്സിനെ പോലെ ഒരാളെ ബെഞ്ചിലിരുത്തി ആ ബെഞ്ച് ഹീറ്റ് ചെയ്യിക്കരുത് എന്നാണ്. RCBയുടെ ബാറ്റിംഗ് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗിൽ അവരുടെ ഓപ്പണിംഗ് കളിക്കാൻ വരുന്നത് സോൾട്ടും കോഹ്ലിയുമാണ്. സോൾട്ട് ഒരു മാച്ചസ് നന്നായിട്ട് കളിച്ചു. പക്ഷേ സോൾട്ടിനെ ശരിക്കും പറഞ്ഞാൽ സിറാജ് ആദ്യം തന്നെ പുറത്താക്കേണ്ടതായിരുന്നു. ചെറിയ റൺസിന് 4 റൺസ് എങ്ങാനും എടുക്കുന്നതിന് മുമ്പേ സിറാജ് ഔട്ടാക്കേണ്ടതായിരുന്നു. ആ ചാൻസ് മിസ്സായത് കൊണ്ടാണ് സോൾട്ട് കുറച്ചെങ്കിലും സ്കോർ ചെയ്തത്, ഒരു 10 റൺസ് എങ്കിലും സ്കോർ, ഇല്ലെങ്കിൽ ആദ്യമേ പോവുമായിരുന്നു. വിരാട് കോഹ്ലിയുടെ കാര്യം നമ്മൾ കഴിഞ്ഞ ഈ മാച്ചിന്റെ പ്രിവ്യൂവിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് സിറാജ് വേഴ്സസ് കോഹ്ലി എന്നുള്ള ഒരു ഫേസ് ഓഫിനാണെന്നുള്ളത്. കോഹ്ലി എന്നുള്ള ഒരു ബാറ്ററിന്റെ ഒരു 2016 സീസൺ എടുത്ത് നോക്കിയാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണെങ്കിലും IPL ആണെങ്കിലും പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്തതിന്റെ 5%, 10% എന്ന് പോലും ഞാൻ പറഞ്ഞില്ല, 5% ചെയ്താൽ തന്നെ ഒരു ആവറേജ് ബാറ്ററിന്റെ ഒരു ഗുഡ് ഫോമായി അത് മാറും. 2016 എന്തായിരുന്നോ കോഹ്ലി, അതിന്റെ 5% IPL കാഴ്ചവെച്ചാൽ ഒരിക്കലും മോശം പറയിക്കുന്ന ഒരു റെക്കോർഡ് ഒരു ബാറ്റർക്കും ഉണ്ടാവില്ല. ആ 5% പോലും കോഹ്ലിക്ക് ഇപ്പൊ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഒന്നാമത് പുള്ളി ഒരുപാട് ബോൾ കൺസ്യൂം ചെയ്യുന്നു. ഒരു 30 റൺസ് എടുക്കണമെങ്കിൽ 25-ൽ കൂടുതൽ ബോൾ കൺസ്യൂം ചെയ്യുന്നു. അല്ലെങ്കിൽ പുള്ളി ആദ്യമേ ഔട്ടായി പോവുകയാണ്. ഇനി പോയി കഴിഞ്ഞാൽ തന്നെ തുറന്നു പറയാം, ഞാനൊരു ഹ്യൂജ് വിരാട് കോഹ്ലി ഫാനാണ്. അത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഞാൻ വിരാട് കോഹ്ലിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ആൾക്കാർ പറയുമായിരിക്കും പുള്ളി ഭയങ്കര അഗ്രസീവ് ആണ്, ഭയങ്കര ചീത്തവിളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പോലും പുള്ളി ടീമിന് കൊണ്ടുവരുന്ന ഒരു എനർജി ഉണ്ട്. നമ്മൾ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ പുള്ളിയുടെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട കാര്യമാണ്. അത്രയും എനർജിയാണ് പുള്ളി ടീമിലേക്ക് കൊണ്ടുവരുന്നത്.
പക്ഷേ ഈ ഇടയായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, പുള്ളി ഒരു ഓസ്കാർ ലെവൽ അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി ടെസ്റ്റ് ക്രിക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും തുറന്നു പറയുന്ന ഒരു കാര്യമാണ്, കണ്ണടച്ച് ആറാമത്തെ സ്റ്റെമ്പിൽ ബോൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കുറച്ച് ഓഫ് സൈഡിലേക്ക് മാറി ബോൾ ചെയ്ത് കഴിഞ്ഞാൽ കീപ്പർ ക്യാച്ച് സ്ലിപ്പായിട്ടോ കോഹ്ലി പുറത്താവുന്നുള്ളത്. അത്രയും ടെക്നിക്കലി ആ ഒരു ഫ്ലോ കണ്ടു കഴിഞ്ഞു. വിരാട് കോഹ്ലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ആലോചിച്ച് നോക്കണം. ഇന്ത്യയിൽ സച്ചിൻ കഴിഞ്ഞാൽ ഏറ്റവും ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് വിരാട് കോഹ്ലി. ആ വിരാട് കോഹ്ലിയുടെ ടെക്നിക്കൽ ഫ്ലോ ഇന്ന് ഏത് കൊച്ചു കുട്ടിക്കും അറിയാം. അങ്ങനെ ഔട്ടായിട്ട് പോലും ഇതെങ്ങനെ ഇവന്മാർ എന്നെ ഔട്ടാക്കി എന്ന് പറഞ്ഞ് പുള്ളി നോക്കുന്ന ഒരു ഇതുണ്ട്. ഔട്ടായി കഴിഞ്ഞ് പോവില്ല. അതിശയം. പുള്ളി ജസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ വാരി അതെ, എന്നെ എങ്ങനെ ഔട്ടാക്കി ഇവര്, എന്താണ് ഇതെങ്ങനെ സംഭവിച്ചു, അങ്ങനെ ഒരു നോട്ടം. അത് കഴിഞ്ഞ് ഒരാവശ്യമില്ലാണ്ട് ഗില്ലിനെ ചൊറിയാൻ പോകുന്നു. ഒരു കാര്യമില്ലാണ്ട് ഇന്നലത്തെ മിസ് ഫീൽഡിങ്, വിരാട് കോഹ്ലിയുടെ ഒക്കെ അക്രോബാറ്റിക് ഫീൽഡിംഗ് ബൗണ്ടറി ലൈനിലേക്ക് നമ്മൾ ഇഷ്ടം പോലെ തവണ കണ്ടതാണ്. പുള്ളി അത്രയും ഫിയർലെസ് ആയിട്ടാണ് പുള്ളി പെർഫോം ചെയ്തത്. അത് പുള്ളി കുറച്ച് ടെൻഷൻ ആവാറുണ്ടെങ്കിൽ പോലും ഫീൽഡിംഗ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു ക്യാച്ചും ഡ്രോപ്പ് ചെയ്യാത്ത, ഒരു മിസ് ഫീൽഡിംഗ് നടത്താതെ ഈ പുള്ളിനെ എവിടെ വേണമെങ്കിലും നിർത്തിക്കോ, സ്ലിപ്പിൽ നിർത്തിക്കോ, പോയിന്റിൽ നിർത്തിക്കോളൂ, കവറിൽ നിർത്തിക്കോളൂ, ഡീപ് ഫൈനിലേക്ക് നിർത്തിക്കോളൂ, ലോങ് ഓഫ്, ലോങ് ഓൺ, എവിടെ വേണമെങ്കിലും നിർത്തിക്കോളൂ. പുള്ളി നല്ല രീതിയിൽ ക്യാച്ചസും റൺസ് സേവ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇന്നലെ എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാണ്, എനിക്കത് പുള്ളിക്ക് ഒരു ഇഞ്ചുറി ഉണ്ടായിട്ട്, അതും വിരാട് കോഹ്ലിനെ പോലൊരു അത്ലറ്റ്, അത്രയും ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറിന് അത്ര നേരം അവിടെ കൈ നോക്കി ഇരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോൾ നല്ല സ്പീഡിലാണ് വന്നത്. അത് ഇവൻ കയ്യിൽ കൊണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ഇനി കൊണ്ടാൽ തന്നെ വിരാട് കോഹ്ലി എന്നൊരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പുള്ളിക്ക് ഒരു വിഷയമേ അല്ല. പുള്ളി ആ ഒരു മിസ് ഫീൽഡിംഗ് മറക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി അല്ലായിരിക്കാം, ഐ എം നോട്ട് ഷുവർ. പക്ഷെ ആ ഒരു മിസ് ഫീൽഡിന്റെ കാര്യം പറയട്ടെ, അതുപോലും വിരാട് കോഹ്ലിക്കൊക്കെ ചുമ്മാ അവിടെ ഇരുന്ന് കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അതുപോലും പുള്ളി വിട്ട് കളയുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വിരാട് കോഹ്ലിയുടെ ഒരു കംബാക്ക് ആണ് ഈ സീസണിൽ തന്നെ. ഇനി അടുത്ത സീസണിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ ഒരു കംബാക്ക് അതൊന്നുമല്ല. ഇനി അടുത്ത ഒരു 5-6 മത്സരത്തിൽ തന്നെ വിരാട് കോഹ്ലി ഭയങ്കരമായിട്ട് ഒരു കംബാക്ക് നടത്തണം. ചുമ്മാ ഒരു 15 പന്തില് 25 റൺസ് ഇതൊന്നും അല്ല പറയുന്നത്. 50 അടിക്കണമെന്നും പറയുന്നില്ല. പക്ഷെ ആ ഒരു ഫിയർലെസ് റുത്ത്ലെസ് വിരാട് കോഹ്ലി, എന്ത് വേണേലും നിങ്ങൾ ചെയ്തോളൂ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആഞ്ഞടിക്കുന്ന വിരാട് കോഹ്ലിനെ നമ്മൾ കാണാൻ വേണ്ടി ഭയങ്കര വെയിറ്റ് ആണ്. പേഴ്സണലി ഞാൻ പുള്ളിയുടെ ഒരു ഹ്യൂജ് അഡ്മയർ ആണ്. ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് വിരാട് കോഹ്ലിയുടെ ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട്. ഏറ്റവും മോശം ബാറ്റർ ആയിട്ട് പറയാനുള്ള ദേവ്ദത്ത് പട്ടിക്കലാണ്. ദേവ്ദത്ത് പട്ടിക്കൽ എന്താണ് ആർ സി ബിയിൽ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. രാജസ്ഥാൻ റോയൽസിൽ അത് കളിച്ചു, ആ ഒരു പേര് പുള്ളി അവിടെ അത് ഉണ്ടായി. വേണ്ട. അതിന്റെ ആവശ്യം അവിടെ ഇല്ല. എനിക്ക് തോന്നുന്നു അത്രയും പ്ലേയിങ് ഇലവൻ പറയുമ്പോൾ പോലും എനിക്ക് ദേവദത്ത് പട്ടിക്കലിനെ ലൈനപ്പിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു താല്പര്യപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് നമ്പർ 3 പറ്റുതാറ് കളിച്ചിട്ട് നമ്പർ 4 കൃണാൽ പാണ്ഡ്യ കളിക്കട്ടെ. കൃണാൽ പാണ്ഡ്യ കളിപ്പിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നമ്പർ 4 കൃണാൽ പാണ്ഡ്യ ഇറക്കിയാൽ മതി. കൃണാൽ പാണ്ഡ്യയൊക്കെ സ്ലോ സ്റ്റാർട്ടറാണ്, കുഴപ്പമില്ലാതെ ഹിറ്റ് ചെയ്യാനും പറ്റും. പുള്ളിയൊക്കെ ഒന്ന് ഇടയ്ക്ക് മിഡിലൊക്കെ വന്നിട്ട് ഒരു കൊളാപ്സ് വരുമ്പോഴത്തേക്ക് പുള്ളിക്ക് ചിലപ്പം ചെയ്തേക്കാൻ പറ്റും നല്ല രീതിക്ക് റണ്ണേ ബോൾ കളിച്ച്. നമ്മുടെ ജഡേജയൊക്കെ മുന്നേ കളിച്ചോണ്ടിരുന്ന രീതിയിലൊക്കെ ഒന്ന് പറ്റും, പുള്ളിക്ക് പറ്റും. അപ്പോൾ ദേവദത്ത് പട്ടിക്കലിനെ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പുള്ളി ഭയങ്കര ലേസിയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഇന്നലെ എനിക്ക് തോന്നുന്നു ടിം ഡേവിഡാണ് അവരെ പൊരുതാവുന്ന ഒരു സ്കോറിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 12 ഓവർ ആകുമ്പോഴേക്കും ഗുജറാത്ത് ജയിച്ചേനെ. ടിം ഡേവിഡാണ് അവസരം വന്ന് സ്കോർ ചെയ്തത്. ലിയാം ലിവിങ്സ്റ്റൺ നോക്കുകയാണെങ്കിൽ ടോപ്പ് സ്കോറർ ആണെങ്കിൽ പോലും പുള്ളിക്ക് 2 ചാൻസസ് പുള്ളി വിട്ട് കളഞ്ഞു. അതുപോലെ തന്നെ പുള്ളി 6 ഒക്കെ അടിച്ചു. പക്ഷെ ലിയാം ലിവിങ്സ്റ്റൺ എന്നൊരു ബാറ്ററിന്റെ കാലിബർ വെച്ചുള്ള പെർഫോമൻസ് ഒന്നും പുള്ളി ഇന്നലെ നടത്തിയില്ല. ബാറ്റിംഗ് പറയട്ടെ, രജത് പട്ടിദാർ എന്നുള്ള ഒരു പ്ലെയർ ആദ്യം തന്നെ പുറത്താവുകയാണെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് നമ്മൾ ഇഷാന്ത് ശർമ്മയ്ക്ക് കൊടുത്തേ പറ്റുള്ളൂ. ഇനി എന്തൊക്കെ പുള്ളി 14 റൺസ് കൺസീഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു വിക്കറ്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഒരു പെട്ടെന്ന് ഒരു പീക്ക് ഇഷാന്ത് ശർമ്മയെ കണ്ട ഒരു ഫീൽ ആയിരുന്നു. പിന്നീട് പുള്ളി ഒരുപാട് തല്ല് വാങ്ങി ഇന്നലെ. സ്റ്റിൽ ആ ഒരു വിക്കറ്റ് ഭയങ്കര ക്രൂഷ്യൽ ആയിരുന്നു. രജത് പട്ടിദാർ വീണതോടുകൂടിയാണ് ആ ടീം, എനിക്ക് തോന്നുന്നു ഒരു 130 അവർ ഓൾ ഔട്ട് ആയെന്ന് തോന്നിപ്പോയി. 104 റൺസിന് 6 വിക്കറ്റ് വീണപ്പോൾ. പക്ഷെ അവിടെ നിന്ന് അവരെ കരകയറ്റിയത് ഒബ്വിയസ്ലി ചെറിയൊരു കോൺട്രിബ്യൂഷൻ ജിതേഷ് ശർമ്മയുടെ ഭാഗത്തുണ്ടായിരുന്നു. ലിയാം ലിവിങ്സ്റ്റൺ ടോപ്പ് സ്കോറർ ആയിരുന്നു. പിന്നെ ടിം ഡേവിഡ് കഴിഞ്ഞ മാച്ചിന്റെ ഒരു തുടർച്ച നല്ല രീതിയിൽ പുള്ളിയും അവസാനം നല്ല രീതിയിൽ സ്കോർ ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു ടോട്ടലിലേക്ക് അവരെത്തിയിരിക്കുന്നത്. എനിക്ക് അതിൽ ആ ടീമിൽ പറയാൻ പറ്റുന്ന 3 പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ബാറ്റിംഗ് ലൈനപ്പിൽ 3 പ്ലേയേഴ്സ് ആണ്. സാൾട്ട്, പറ്റിദാർ, പിന്നെ നമ്മുടെ ടിം ഡേവിഡ്. ടിം ഡേവിഡിനെയൊക്കെ ഞാൻ മുന്നേ നമ്മളെ ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, ഗ്രൂപ്പ് കാര്യങ്ങൾ. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വട്ടം നല്ല രീതിക്ക് അവർക്ക് പെർഫോം ചെയ്യാൻ പോകുന്നത് ടിം ഡേവിഡ് ആണെന്ന് പറയുമ്പോൾ എല്ലാവരും കളിയാക്കാറുണ്ട്. ഞാനും കളിയാക്കിയിട്ടുണ്ട്. ഫുൾ ടോസ് കിട്ടിയാൽ അടിക്കുന്ന ഒരു പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അവനായിരിക്കും എനിക്ക് തോന്നുന്നു ആർ സി ബിയുടെ ഒരു ജയത്തിലൊക്കെ നല്ല രീതിക്ക് ഒരു ചെറിയ രീതിക്കെങ്കിലും ഒരു എൻഡ് ബാറ്റിങ്ങിൽ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ പോട്ടുന്ന അവനായിരിക്കും. ഇവര് 3 പേരും നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ടും അവര് 3 പേര് 2 പേര് കളിച്ചാൽ മതി. 2 പേര് ഒരു ഇത് നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ ആർ സി ബിക്ക് നല്ല സ്കോർ എത്തിക്കാൻ പറ്റും. പിന്നെ എടുത്തു പറയുന്നത് ഗുജറാത്തിന്റെ ബൗളിംഗ് ആണ്. ഗുജറാത്തിന്റെ ബൗളിംഗിൽ സിറാജ് നമ്മൾ വെയിറ്റ് ചെയ്ത ഒരു പെർഫോമൻസ് ആണ്. എങ്ങനെയാണ് സിറാജ് ചിന്നസ്വാമിയിൽ സിറാജിന്റെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ബ്രൂട്ടൽ റെക്കോർഡാണ്. പുള്ളി എന്താണ് അവിടെ പുള്ളി ചെയ്യുന്നത് എല്ലാം നോക്കുകയാണെങ്കിലും വേറെ വെന്യൂസിൽ പുള്ളിയുടെ പെർഫോമൻസ് നോക്കിയാൽ അത് മനസ്സിലാവും ആ ഒരു ഗ്യാപ്പ് എത്രത്തോളം ആണെന്നുള്ളത്. അത്രയും പോസിറ്റീവ് ആയിട്ടാണ് പുള്ളി, അത്രയും എനർജറ്റിക് ആയിട്ട്. നമ്മൾ ആ സിറാജ് ഫോമിലാവുമ്പോൾ അറിയാലോ, ആ ശ്രീലങ്കയ്ക്കെതിരെ 6 വിക്കറ്റ് എടുത്ത സമയത്ത് അല്ലെങ്കിൽ ടെസ്റ്റിൽ നല്ലൊരു ഫോം തുടരുന്ന സമയത്ത് സിറാജ് എങ്ങനെയാണ് പിടിച്ചാൽ കിട്ടില്ല പുള്ളിനെ.
ഭയങ്കര എനർജിയാണ്, ഒരിക്കലും ടയേർഡ് ആവില്ല. പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിൽ വിക്കറ്റ് എടുക്കുന്നില്ലെങ്കിൽ പോലും ഭയങ്കര എനർജറ്റിക് ആണ് പുള്ളി. ഒരു തളർന്ന സിറാജിനെ നമ്മൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പേഴ്സണലി, വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് അല്ല, എനിക്കറിയില്ല. അത്രയും പുള്ളി എനർജറ്റിക്. പുള്ളി അങ്ങനെ ഒരു ബോളറാണ്. എന്റെ അഭിപ്രായത്തിൽ പുള്ളി RCB പോയതും അതുപോലെ ഇന്ത്യയുടെ മെയിൻ പ്ലേയിങ് ഇലവനിൽ നിന്ന് പോയി റെസ്റ്റ് കൊടുത്തതും ഒക്കെ പുള്ളിക്ക് നല്ലത് ചെയ്യുള്ളൂ. കാരണം RCB കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിലും പുള്ളി ഒരു ലാഘവത്തോടെ കളിക്കും. ഇപ്പൊ നമ്മൾ ചെന്നൈയിലൊക്കെ ദീപക് ചാഹറിനെ കണ്ടു കഴിഞ്ഞാൽ ദീപക് ചാഹറിന് അവിടെ പ്ലേയിങ് ഇലവനിൽ പുള്ളി ഉണ്ടാവും എന്നുള്ള മൈൻഡ് അറിയാം. സെറ്റില്. ബട്ട് ജി ടിയിൽ വന്നതുകൊണ്ടാണ് സിറാജിന്റെ പെർഫോമൻസ്. ആ പുള്ളിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് സ്വയം നമുക്ക് കരുതാം. ആരും നമ്മളെ സഹായിക്കാനായിട്ട് നമ്മൾ പെർഫോം ഉം. ചെയ്താൽ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അതെ. അതുപോലെ തന്നെയാണ് ഇത്രയും ബോളേഴ്സ് ഉണ്ട്. അവർ ഇഷാന്ത് ശർമ്മയുണ്ട്, പ്രസീദ് കൃഷ്ണ ഉണ്ട്, റബാഡ ഉണ്ട്. ഇതെല്ലാം ഉള്ള സമയത്ത് സിറാജിന് ചിലപ്പം സിറാജ് ലൈനപ്പിൽ നിന്ന് തന്നെ പോയേക്കാം എന്നൊരു മൈൻഡ് വന്നു. പുള്ളി അങ്ങനെ ടീമിൽ നിന്ന് ആൾറെഡി പോയി. അപ്പൊ ഇവിടെ പെർഫോം ചെയ്താലേ ഇനി വീണ്ടും തിരിച്ചു വരാൻ പറ്റുള്ളൂ. അത് പുള്ളിക്കൊരു ബ്രേക്ക് ത്രൂ ആണ് ഈ ഒരു IPL. RCB വിട്ടുകളഞ്ഞ് GT എടുത്തത്. GT പോലത്തെ ഒരു ടീം എടുത്ത് ബോളിംഗ് ആൾറെഡി ഉണ്ട്, അവർക്ക് ബോളേഴ്സ് ഉണ്ട്. അർഷദ് ഖാൻ, എല്ലാവരും ബോളേഴ്സ് ഉണ്ട്. ആര് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഇറങ്ങാം. ഇഷാന്ത് ശർമ്മ ലൈനപ്പിൽ വരുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഇഷാന്ത് ശർമ്മ ഇന്നലെ കളിച്ചു. അതെ, പ്രസീദ് കൃഷ്ണ നമ്മൾ പറയുന്നത് കഴിഞ്ഞ കളി നന്നായിട്ട് ബോൾ ചെയ്തു, ഇന്നലെ നന്നായിട്ട് ബോൾ ചെയ്തു. ആ ലാസ്റ്റ് ഓവർ മാത്രമാണ് ലാസ്റ്റ് ഓവർ മാത്രമാണ് ഡേവിഡ് പുള്ളി അടിച്ചത്. കൊടുക്കുന്നത്. കഴിഞ്ഞ 3 ഓവർ കഴിഞ്ഞ 12 കണ്ടാണ് കൊടുത്തത്. അതെ അതെ, ലാസ്റ്റ് ഓവറിൽ പോയത് കൊണ്ടാണ് അത്രയും എക്കണോമി അവസാനമാകുമ്പോഴേക്ക് വരുന്നത്. സ്റ്റിൽ അത് 6-ന് താഴെയാണ്. മാത്രമല്ല പ്രസിദ്ധ് കൃഷ്ണ 3 ഓവറിൽ വിട്ടുകൊടുക്കുന്ന റൺസ് 10 റൺസാണ്. കഴിഞ്ഞ മാച്ചിൽ 3 ഓവർ കൊടുത്ത റൺസ് 3 ഓവറിൽ 8 റൺസാണ്. 2 വിക്കറ്റും എടുക്കുന്നുണ്ട്. ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ് പ്രസിദ്ധ് കൃഷ്ണയുടെ ഫോം എന്ന് പറയുന്നത് ഗുജറാത്ത് ടൈറ്റൻസിൽ. നല്ലൊരു പുള്ളിനെ അല്ല കാണുന്ന അവിടെ സന്തോഷമാണ്. അല്ല എനിക്ക് എന്താ പറയാൻ, അവരാണ് സത്യം പറഞ്ഞ ആ പാക്ക് ലീഡ് ചെയ്യുന്നത്. സിറാജും പ്രസീദുമാണ്. റബാഡ ഉണ്ട്, ഇഷാന്ത് ശർമ്മയൊക്കെ ഉണ്ട്. എന്നാലും അവർക്ക് തമ്മിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു GTയിലെ നെഹ്റയുടെ ഒരു സാന്നിധ്യം നല്ല രീതിക്ക് അവിടെ ഇമ്പാക്ട് ഇവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ. പ്രസീദിന്റെ ഒക്കെ കമ്പാക്ക് ഒരു പ്രതീക്ഷയില്ലാത്തൊരു ബോളറാണ്. നല്ല ഇത്രയും ആ ഹൈറ്റ് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ BJT പോലും പ്രസീദിനെ ആദ്യം ഇറക്കുമെന്ന് വിചാരിച്ചു. പ്രസീദിനെ അത്രത്തോളം എനിക്ക് ഒരുപാട് റൺസ് ഒക്കെ ലീക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് നല്ല രീതിക്ക് ഇംപ്രസീവ് ആയിട്ടുള്ളൊരു ടെസ്റ്റ് ബോളറാണ് പ്രസീദ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് പുള്ളിയെ ഇതുവരെ ആരും യൂട്ടിലൈസ് അങ്ങനെ ചെയ്തില്ല. BJT പോലും കരക്കിരുത്തി ലാസ്റ്റ് കളി കണ്ടാണ്, അവസാനത്തെ കളിയോ എന്താണ്ട് ഇറങ്ങുന്നത്. അതെ. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതി വരെ പ്രസീദിനുണ്ട്. ബട്ട് ഉം. പ്രസീദ് റൺസ് ലീക്ക് ചെയ്യും, അത് നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ടോട്ടലി ചേഞ്ചിങ് ആണ് ഈ ലാസ്റ്റ് 2 മാച്ച് കണ്ടത്. അത്രയും അടിപൊളി ഫസ്റ്റ് 3 ഓവർ എറിഞ്ഞിട്ട് ലാസ്റ്റ് ഓവർ പിന്നെ ഫൈനൽ എന്നിട്ട് നല്ല അടിപൊളി യോർക്കർ ഇട്ടാണ് ഡേവിഡിനെ ഔട്ടാക്കുന്ന ലാസ്റ്റ് ബോൾ. അതൊക്കെ പുള്ളി അത്രയും ആക്യുറേറ്റ് ആയിട്ടൊക്കെ ബോൾ ചെയ്ത് കാണുന്നത് തന്നെ വലിയ കാര്യമാണ്, വലിയൊരു മാറ്റമാണ്. പോരാത്തതിന് സായി കിഷോറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൺസിസ്റ്റന്റ് ആണ്. നമ്മുടെ സായി സുദർശന്റെ കാര്യം എങ്ങനെ പറയുന്നത്, ഞാനത് എനിക്ക് തന്നെ പറഞ്ഞു മടുത്തു. എല്ലാ മാച്ചിലും സായി കിഷോറും സായി സുദർശനും നല്ല രീതിയിൽ ഗുജറാത്തിന് വേണ്ടിയിട്ട്, സായി ബ്രദേഴ്സ് ഫ്രം തമിഴ്നാട് അവർ സ്കോർ ചെയ്യും. ഷാറുഖ് ഖാനും കൂടി ഫോം ആയി കഴിഞ്ഞാൽ ആ ടീം നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പായി മാറും. ബോളിംഗ് ഓൾറെഡി അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, അതുപോലെ തന്നെ സായി കിഷോർ. പക്ഷേ റഷീദ് ഖാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ സ്റ്റംപിംഗ് ലിയം ലിവിങ്സ്റ്റോൺ, എനിക്കൊന്ന് റഷീദ് ഖാന്റെ ബോളിലാണ് സ്റ്റംപിംഗ് ബട്ട്ലർ മിസ് ചെയ്തത്. ആ ഒരു സ്റ്റംപിംഗ് ബട്ട്ലർ മിസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ബെറ്റർ സ്റ്റാറ്റ് ഉണ്ടായേനെ അവസാനം ആവുമ്പോഴേക്കും റഷീദ് ഖാന്. പക്ഷേ സ്റ്റിൽ റഷീദ് ഖാൻ കഴിഞ്ഞ 2 സീസണായിട്ട് ഭയങ്കര ഡൗൺ ആണ്. പുള്ളി എങ്ങനെയാണ് SRHലേക്ക് ഫോം ചെയ്ത പുള്ളിനെ പിക്ക് ചെയ്യാൻ പോലും പറ്റില്ല. ഇന്നത്തെ ഒരു വരുൺ ചക്രവർത്തി പോലൊരു ഇമ്പാക്ട് ആയിരുന്നു പുള്ളി കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ റഷീദ് ഖാൻ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ആ ടീമിൽ. എനിക്ക് തോന്നുന്നു റഷീദ് ഖാന് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് പുള്ളിക്ക് തിരിച്ചു വരാനുള്ള, എല്ലാ മാച്ചസും കളിച്ചിട്ട് ഇതേപോലെ 25 റൺസും, ഇന്നിപ്പോ 4 ഓവറിൽ 54 റൺസാണ് പുള്ളി വിട്ടുകൊടുത്തത്. ഇതിന് മുന്നേയും ഒരു 4 ഓവറിൽ 50 റൺസ് പുള്ളി വിട്ടു കൊടുത്തു. റഷീദ് ഖാൻ 4 ഓവറിൽ 50 റൺസ് വിട്ടു കൊടുക്കുന്ന ഒരു സ്ഥിരം കാഴ്ചയായിട്ട് മാറുകയാണ്. ഒരുപാട് ഒരുപാട് റൺസാണ് പുള്ളി അങ്ങനെ കൺസീഡ് ചെയ്യുന്നത്. മാത്രമല്ല വിക്കറ്റും എടുക്കുന്നില്ല. റഷീദ് ഖാന് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് പുള്ളിക്ക് തിരിച്ചു വരാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ഒരു ടീം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പുള്ളി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട്. ഒരിക്കലും റഷീദ് ഖാൻ ഒരു ചെണ്ട ആവുന്നത് ആസ് എ ക്രിക്കറ്റ് ഫാൻ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയറാണ് റഷീദ് ഖാൻ. പുള്ളിയുടെ പെരുമാറ്റം കൊണ്ടും പുള്ളിയുടെ നോളജ് കൊണ്ടും റഷീദ് ഖാന്റെ ഒരു ഫോം ഔട്ട് അവരെ ബാധിക്കുന്നില്ല. കാരണം അത്രയും സ്ട്രോങ് ആണ് അവരുടെ ബോളിംഗ് എന്ന് ആലോചിക്കണം. സായി കിഷോറാണ് അവരുടെ എന്താ വിക്കറ്റ് ഉത്തമൻ. ടേക്കിംഗ് ബോളിംഗ്. അത്രയും റൺസ് കൺസീഡ് ചെയ്യുന്നില്ല, അതല്ലേ വലിയ കാര്യം. അതെ. നമ്മളിപ്പോ 2 വിക്കറ്റ് എടുക്കുന്നതിനെക്കാളും T20-ലൊക്കെ റൺസ് കൺസീഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെയൊക്കെ ഒരു ഇമ്പാക്ട് വേറെയാണ് ഇപ്പോഴത്തെ ഒരു T20 ക്രിക്കറ്റിലൊക്കെ. അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ റഷീദ് ഖാൻ ഒരു കളി മാറിയിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ബാറ്ററിനെ മാറ്റിയിട്ട് ഫിലിപ്സിനെ അവിടെ ഇൻസേർട്ട് കൊണ്ടുവരണം. ചെയ്യുന്നതിന് ഒരു പ്രശ്നം തോന്നുന്നില്ല. ഫിലിപ്സും കൂടെ വരുമ്പോഴത്തേക്ക് നമ്പർ 4-5 ഒക്കെ ഇറങ്ങാനായിട്ട് ഒരു പ്രശ്നമില്ല. പുള്ളി അവർക്ക് ആ ഒരു ഇന്ത്യൻ സ്ട്രെങ്ത് ഉള്ള ഒരു ബാറ്റിംഗ് ലൈനും താഴോട്ടില്ല. അല്ലെങ്കിൽ ഒരു ബിഗ് ഹിറ്റർ ആയിട്ടുള്ള റുദർഫോർഡ് ഒക്കെ കളിക്കുമെങ്കിൽ റുദർഫോർഡിനെ നമുക്ക് ഇത്രയും പ്രോപ്പർ ആയിട്ട് നമുക്ക് നമ്പാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല. പക്ഷെ ഫിലിപ്സ് കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഇന്നിങ്സ് ആണ് കളിക്കുക. ആണെങ്കിൽ ബട്ട്ലർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിക്കറ്റ് കീപ്പിംഗ് ചെയ്യാനായിട്ടും കിട്ടും. നമുക്ക് ഇത്രയും ഒരു 4D പ്ലെയർ ഒക്കെ ഉണ്ടായിട്ട് അവർ ഇറക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കുള്ളൊരു
വല്ലാത്ത കാര്യം. മേ ബി റബാഡ ഇന്നലെ കളിച്ചിട്ടില്ല. റബാഡ കളിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തോ പേഴ്സണൽ റീസൺസ് വെച്ചിട്ടാണ് പുള്ളി ഇല്ലാന്ന് പറഞ്ഞത്. ബട്ട് അത് എന്തുകൊണ്ടും ബാക്കിയുള്ളവർക്കൊക്കെ കുഴപ്പമില്ലാതെ സമ്മതിച്ചു. പ്രസീദും സിറാജും ഒക്കെ അത്രയും കോൺഫിഡന്റ് ആയിട്ടൊക്കെ ബോൾ ചെയ്തതിന്റെ കാര്യമൊക്കെ ഇതൊക്കെ ആയിരിക്കും. പക്ഷെ ഈ ഒരു കാര്യം കൂടെ ഇവരൊന്ന് കൺസിഡർ ചെയ്യണം. റഷീദ് ഖാന്റെ ഒരു ഫോമില്ലായ്മയും കൂടെ അവർ ടീം ജീറ്റി അതിലെന്തെങ്കിലും പരിഹാരം കണ്ടെത്തി ഒരു 2 കളി റെസ്റ്റോ 2-3 കളി റെസ്റ്റ് ചെയ്തിട്ട് ആ പുള്ളിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു പിച്ചസ് ഉണ്ടാവുമല്ലോ. സ്പിന്നിനെ കുറച്ച് തുണയ്ക്കുന്ന പിച്ചിലൊക്കെ വരുമ്പോഴത്തേക്ക് പുള്ളിയെ ഒന്ന് കോൺഫിഡന്റ് ബൂസ്റ്റ് ചെയ്ത് അങ്ങ് ഇറക്കുക. ഇറക്കി കഴിഞ്ഞാൽ പിടിച്ചാൽ പിന്നെ കിട്ടില്ല. അതെ. ആൾറെഡി ഇവരുടെ ബോളിംഗ് ഒക്കെ സെറ്റ് ആണ്. ബാക്കി പിച്ചസിലൊക്കെ ആയാലും ബാറ്റിംഗ് ട്രാക്കിലായാലും കുഴപ്പമില്ലാതെ ബോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പരിഗണിച്ച് എന്തെങ്കിലും ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു യൂസ്ഫുൾ ആണ് അവർക്ക് തന്നെ. ജിറ്റിക്ക് തന്നെ ഒരു ബാറ്റർ, ഇന്റർനാഷണൽ ബാറ്റർ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് റഷീദ് ഖാനെ 2-3 കളി മാറ്റി കഴിഞ്ഞാൽ പോലും ബാക്കിയുള്ളവരും കൂടെ ഒന്ന് സെറ്റ് ആവും. ബട്ട്ലറിന്റെ ഫോം നമ്മൾ എടുത്തു പറയണം. RCBനെ എന്ന് കണ്ടാലും പുള്ളി തല്ലി ഓടിക്കും. 2 സെഞ്ചുറിയാണ് RCBക്കെതിരെ പുള്ളി രാജസ്ഥാന് വേണ്ടി കളിക്കുന്ന സമയത്ത് സ്കോർ ചെയ്തത്. ഇന്നലെ 3ാമത്തെ 50 ആണ് RCBക്കെതിരെ പുള്ളി അടിച്ചിരിക്കുന്നത്. പുള്ളിയുടെ ബാറ്റിംഗ് ഫോമും പറയാതിരിക്കാൻ വയ്യ. ഗുജറാത്ത് ടീം ഭയങ്കര സെറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു കഴിഞ്ഞ വർഷത്തെ ഗുജറാത്ത് ടീം പോലെയല്ല, 2024 ഗുജറാത്ത് ടീം പോലെയല്ല. അവരുടെ ടീമിന് വേണ്ടി കളിക്കുന്ന ബാറ്റേഴ്സ് ആണെങ്കിലും ബോളേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഗിൽ ആസ് എ ബാറ്റർ ഒന്ന് ഫോം ആവണം. അതേപോലെ ഷാറുഖ് ഖാൻ കുറച്ചും കൂടി നേരത്തെ വന്ന് പുള്ളിക്ക് കുറച്ചൊന്ന് സ്ട്രോക്ക് പ്ലേ കളിക്കാനുള്ള ഒരു ടൈം കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അവര് ബിൽഡ് ചെയ്ത് വരും തോന്നുന്നു. റുദർഫോർഡ് പുള്ളി മോശം പെർഫോമൻസ് അല്ല നടത്തുന്നത്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളി ചെയ്യുന്നുണ്ട്. പക്ഷേ റുദർഫോർഡിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആ ടീമിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പേഴ്സണലി പറയാം ഗ്ലെൻ ഫിലിപ്സ് തന്നെ ടീമിൽ കളിക്കണം എന്നാണ്. കാരണം പുള്ളി എന്തും ചെയ്യും. ബാറ്റിംഗ് വേണോ ബാറ്റിംഗ് ചെയ്യും, പാർട്ട് ടൈം ബോളിംഗ് ചെയ്ത് വിക്കറ്റ് എടുക്കണോ അതും പുള്ളി ചെയ്യും. ഇനി കീപ്പർ നിൽക്കണം. ഒന്ന് ആലോചിക്കണേ, ഒരു കീപ്പറാണ് വിക്കറ്റ് എടുക്കുന്നത് ബോളിംഗ് ചെയ്തിട്ട്. പിന്നെ ഫീൽഡിങ്ങിന്റെ കാര്യം പറയാതിരിക്കുന്നത് നല്ലത്. അപ്പൊ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ ഒരിക്കലും ബെഞ്ചിൽ ഇരിക്കേണ്ട ആളല്ല. അല്ല, പേഴ്സണലി എനിക്ക് ഇന്നലെ റുദർഫോർഡിനെ നമ്പർ 4 ഇറക്കി വിട്ടത് എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നി. എന്റെ അഭിപ്രായമാണ്. ഷാറൂഖ് ഖാൻ ആയാലും അവര് തെവാട്ടി ആയാലും ഇവരൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇന്നലെ ഒരു കേക്ക് വാക്ക് പോലെ ജയിച്ച് കയറാൻ പറ്റുമായിരുന്നു. റുദർഫോർഡിനെ ഇറക്കുന്നതിന് വരെ ഷാറൂഖ് ഖാനെ ഇറക്കി ഇപ്പൊ ഒരു വിക്കറ്റ് പോയാലും എന്തായാലും റുദർഫോർഡ് തന്നെ ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്. പക്ഷെ അവിടെ ഒരു വിക്കറ്റ് സേവ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഇവർക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആവും. ഇതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോൾ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് കുറച്ച് ഷാറൂഖ് ഖാനൊക്കെ ഒന്ന് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് ഇന്നലെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത് ഫിനിഷിംഗിന്റെ അറ്റം വരെ എത്തിക്കാനെങ്കിൽ ഷാറൂഖ് ഖാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ മേ ബി ഷാറൂഖ് ഖാൻ ഇനിയുള്ള മത്സരങ്ങളിലും ആ കോൺഫിഡൻസ് വെച്ച് നന്നായിട്ട് കളിച്ചേനെ. അപ്പൊ അവര് അതൊക്കെയാണ് ശ്രമിക്കേണ്ടത്. അവരുടെ ഇന്ത്യൻ മിഡിൽ ഓർഡേഴ്സ് ആയാലും മിഡിൽ ഓർഡർ ആയാലും ബാറ്റേഴ്സിന് അവർ കൂടുതൽ ചാൻസസ് കൊടുത്ത് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് കൊണ്ടെത്തിച്ചാലേ ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ. അവരുടെ ഈ ടോപ്പ് 3 വെച്ചിട്ടൊന്നും എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് അതൊക്കെ അവര് നോക്കണം. ഇന്നത്തെ മത്സരം കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റുകൾ തമ്മിലാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. കൊൽക്കത്തയിൽ വെച്ചാണ് മത്സരം. എനിക്ക് തോന്നുന്നു കൊൽക്കത്ത ഈ സീസണിലേക്ക് തിരിച്ചു വരും. കാരണം അവരെ ഒന്നും വല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് ചിന്തിക്കുന്ന സമയത്ത് സൺറൈസേഴ്സ് ആയിരിക്കും എല്ലാവരും പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു കൊൽക്കത്ത ആയിരിക്കും ഈ മാച്ച് വിജയിക്കുന്നത്. ഒരു പ്രഡിക്ഷൻ മാത്രമാണ്, എന്റെ ഫീൽ ആണ് പറയുന്നത്. സൺറൈസേഴ്സ് വിജയിച്ചേക്കാം, ചിലപ്പോൾ നല്ല രീതിയിൽ വൺ സൈഡഡ് ആയിട്ട് അവർ വിജയിച്ചേക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് കൊൽക്കത്ത ഈ മാച്ച് വിജയിക്കുന്നതാണ്. അവർക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ ടൂർണമെന്റിലേക്ക്. കാരണം അവർ നിലവിലെ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്. അവര് ഒരു ഭയങ്കരമായിട്ട് അധപ്പതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അവർ തിരിച്ചു വരും. മുംബൈക്കെതിരെയും അവർ ഭയങ്കരമായിട്ട് തകർന്നു പോയി ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോ എനിക്ക് പറയാനുള്ളത് കൊൽക്കത്ത ഈ മാച്ചിൽ വിജയിച്ചേ പറ്റുള്ളൂ എന്നാണ്. അവർ വിജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ സീസണിന്റെ ഒരു പ്രത്യേകത സഞ്ജയ്, എല്ലാ ടീമുകളും ഒരു മത്സരം വിജയിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 മത്സരം പിന്നിടുമ്പോഴേക്കും എല്ലാ ടീമും ഒരു മത്സരം വിജയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ ഒരു മുംബൈയോ അല്ലെങ്കിൽ ഡൽഹിയോ അല്ലെങ്കിൽ പഞ്ചാബോ ആദ്യ മത്സരം വിജയിക്കാൻ കുറച്ച് മാച്ചസ് കളിക്കാറുണ്ട്. പക്ഷെ എല്ലാ ടീമും 3 കളിയിൽ മിനിമം ഒരു കളിയെങ്കിലും വിജയിച്ചിട്ടുണ്ട്. കൊൽക്കത്ത ഇന്ന് അവരുടെ 2ാമത്തെ വിജയം സ്വന്തമാക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ തട്ടകത്തിലാണ്. അവർക്ക് ഇഷ്ടംപോലെ സമയവും കിട്ടി. ഒരു മോശം തോൽവിയിൽ നിന്നാണ് അവർ തിരിച്ചു വരുന്നത്. മുംബൈക്കെതിരെ അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കളിയിൽ നിന്നാണ് അവർ തിരിച്ചു വരുന്നത്. ലെറ്റ്സ് സീ, കൊൽക്കത്ത ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സഞ്ജയ് പറയുന്നത്? ആര് ജയിക്കും? ഇല്ല, എന്റെയും ഒരു തോന്നൽ കൊൽക്കട്ടയ്ക്കാണ്. കൊൽക്കട്ടയുടെ കൂടെയാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. കാരണം ഓക്കെ. ഇവരുടെ സൺറൈസേഴ്സിന്റെ ബോളിംഗ് പോയായ്മ ഇവർ മുതലെടുത്ത് കഴിഞ്ഞാൽ കൊൽക്കട്ട ജയിക്കും. കൊൽക്കട്ടയ്ക്ക് ജയിക്കാൻ അവരുടെ ബാറ്റിംഗ് പ്രശ്നമില്ല. റഹാനെ കഴിഞ്ഞ കളി നേരത്തെ പോയി എന്നുള്ളത് കൊണ്ട് പറയാൻ പറ്റില്ല. റഹാനെ ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്യും എന്നാണ്. റഹാനെയും എനിക്ക് തോന്നുന്നു രഘുവൻഷിയുടെ ഒരു നല്ലൊരു പാർട്ണർഷിപ്പും ചിലപ്പോൾ ഉണ്ടാവാം. റഘുവൻഷിനൊക്കെ ടോപ്പ് ഓർഡറിൽ കൊണ്ടുവരണം സഞ്ജയ്. അവരെ 6ാമത് 7ാമതൊന്നും ഇറക്കിയിട്ട് കാര്യമില്ല. ടോപ്പ് ഓർഡറിലേക്ക് ഇറക്കിയിട്ട് കാര്യം. നരേനെ ഒന്ന് ആ ഓപ്പണിംഗ് സ്പോട്ടിൽ നിന്ന് പിടിച്ച് മാറ്റി കഴിഞ്ഞാൽ കൊൽക്കത്ത ടീം രക്ഷപ്പെടും. കാരണം ഇത് IPL കേസ് മാത്രമല്ല പറയുന്നത്. ഒരുപാട് ലീഗില് എല്ലാം പുള്ളി ഭയങ്കര ലോ ആയിട്ടാണ് കളിക്കുന്നത്. പുള്ളിനെ ആ ഓപ്പണിംഗിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് രഘുവൻഷിനെ ഓപ്പണിംഗിന് വിടണം ഡിക്കോക്കിന്റെ കൂടെ. അവർക്ക് നല്ലൊരു ഓപ്പണിംഗ് ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രഹാനെ അത് കൺട്രോളിൽ കൊണ്ടുവരും. പിന്നെ വെങ്കടേഷ് അയ്യരും കൂടി പെർഫോം ചെയ്യണം. കാരണം അത്രയും കോടി കൊടുത്ത് പുള്ളിനെ വാങ്ങിയ സ്ഥിതിക്ക് പുള്ളി പെർഫോം ചെയ്യേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു.
കൊൽക്കത്ത എന്തായാലും പെർഫോം ചെയ്യും. ഓൺ ദി അതർ ഹാൻഡ് സൺറൈസേഴ്സ് എന്ത് ചെയ്യുമെന്ന് കണ്ടറിയണം. അവര് ചേസിംഗ് ആണ് അവർക്ക് കുറച്ച് പ്രശ്നം എന്ന് തോന്നുന്നു. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ അവർ കണ്ണും പൂട്ടി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. എല്ലാവരും നല്ല ഫോമിലും കൂടിയാണ്. അഭിഷേക് ശർമ്മ കൂടി ഫോമിലേക്ക് എത്താനുണ്ട്. മേ ബി ഇന്ന് അഭിഷേക് ശർമ്മ ആയിരിക്കും അവർക്ക് വേണ്ടി നന്നായിട്ട് കളിക്കാൻ പോകുന്നത്. ഇതൊക്കെ തോന്നലുകൾ മാത്രമാണ്. വി ബോത്ത് തിങ്ക് കൊൽക്കത്ത വിൽ വിൻ ദ മാച്ച്. ആൻഡ് ഇതാണ് നമുക്ക് കഴിഞ്ഞ മാച്ചിനെ കുറിച്ച് പറയാനുള്ള ഒരു റിവ്യൂ. ഗുജറാത്ത് RCBയുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് അവരെ ഒന്നും അല്ലാണ്ടാക്കി കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. RCB രണ്ട് മേഖലകളിലും മോശമായിട്ടാണ് കളിച്ചിരിക്കുന്നത്. കാരണം ചിന്നസ്വാമിയിൽ അവർ കളിച്ച രീതി ഭയങ്കര മോശമായിരുന്നു. ഈ വീഡിയോ ഇടാൻ കുറച്ച് നമ്മൾ വൈകിപ്പോയി. പക്ഷേ എല്ലാ മാച്ചിന്റെയും റിവ്യൂ ഇടണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിൽ പോലും അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. സോ നിങ്ങളുടെ ഭാഗത്തുനിന്നും ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ക്രിക്കറ്റിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ IPL മാച്ചസിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളിലേക്ക് എത്തിക്കണം. നമ്മൾ അവരെ കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. Thank you so much for watching this video. Please subscribe to our channel and thank you.